വിശുദ്ധ കുർബാനയിൽ ഈശോ തന്റെ ശരീരവും രക്തവും പങ്കുവെച്ച് തരുമ്പോ വലിയ അത്ഭുതങ്ങളല്ലേ സംഭവിക്കുന്നത്. ആ ദിവ്യകാരുണ്യനാഥനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ആ സാന്നിധ്യത്തിലിരുന്ന് ആത്മനാ കർത്താവിനെ സ്വീകരിക്കുമ്പോഴും അതേ അത്ഭുതങ്ങൾ തന്നെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിശ്ചയം വചനഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള വചനങ്ങൾ. ഈശോ പറയുന്ന വാക്കുകളാണ്. ഈ വചനങ്ങൾ നിത്യസത്യങ്ങളാണ്. ചങ്കിലേക്ക് എടുത്തോളുക. ഈശോ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. എന്റെ കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എനിക്കൊന്ന് ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം ഈശോ ആദ്യം 5 അപ്പം 5000 പേർക്ക്, അത് വലിയൊരു അത്ഭുതമായിട്ട് അവർക്ക് തോന്നി. അതിന് ഈശോ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നു. ഇത് രണ്ടും പ്രകൃതി വിരുദ്ധമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മീതെ നടക്കാൻ പറ്റില്ലല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അങ്ങനെ മാനുഷികമായിട്ട് ചിന്തിച്ച. അപ്പോ മാനുഷികമായി ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായ ദൈവ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈശോ ആദ്യം കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി ഈശോ ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവൻ. അത് കുറെ പേർക്ക് മനസ്സിലായില്ല. കുറെ പേർ ഇവനെങ്ങനെ ഇവന്റെ ശരീരം ഭക്ഷിക്കാൻ തരാൻ പറ്റും, ഇവനെങ്ങനെ ഇവന്റെ രക്തം കുടിക്കാൻ തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേര് ഇടറി. ചിലര് എന്നേക്കുമായി അവനെ വിട്ടുപോയി എന്ന് വചനം പറയുന്നുണ്ട്. അതിന്നും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ കർത്താവിന്റെ വചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, അവൻ എന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവന് ജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. അവന് നിത്യജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. ഇത് വാഗ്ദാനമാണ്. ഈശോ പറഞ്ഞതാണെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. കൊരിന്ത്യർ 11:27 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അയോഗ്യതയോടെ ഈ ശരീരം ഭക്ഷിച്ചാൽ, ഈ രക്തം പാനം ചെയ്താൽ അവൻ അവന്റെ മരണത്തെ വിളിച്ചു വരുത്തുന്നു. അവന്റെ ശരീരവും മനസ്സൊക്കെ ദുർബലമാകുന്നു. അവൻ രോഗിയായി തീരാനും സാധ്യതയുണ്ട്. അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോ ശരീരത്തിൽ രോഗം, മനസ്സിന് ബലക്കുറവ്, ആത്മാവിന് മരണം സംഭവിക്കുമെങ്കിൽ വിശ്വാസത്തോടെ യോഗ്യതയോടെ കർത്താവിന്റെ ശരീരവും രക്തവും മക്കളെ നമ്മൾ സ്വീകരിക്കുമ്പോ തമ്പുരാൻ വാഗ്ദാനം ചെയ്ത ജീവൻ നമ്മളിലേക്ക് ഒഴുകും.